ഹലോ മൈ ഗൈസ്, അങ്ങനെ രാവിലെ തന്നെ ഉമ്മാന്റെ പീടിയിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോക്കിയിട്ട് ഷാർജയില് ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. വീടെ നിറഞ്ഞിട്ടുണ്ടായ വെള്ളമെല്ലാം പോയി. ആ സന്തോഷത്തിൽ ഒരു ജബർമതൊന്നായി വീടെ ഇങ്ങനെ ചിക്കൻ കറങ്ങുന്ന കാണുമ്പോ ഞാൻ വിചാരിച്ചു നമ്മളെ നാട്ടിലത്തെ ഷവർമേനെ കാട്ടി അടിപൊളിയായിരിക്കും, ഫില്ലിങ്സ് എല്ലാം ഉണ്ടാവും. ഓന്റെ മിക്സാക്കലെല്ലാം കാണുമ്പോ ഞാൻ വിചാരിച്ചത് അങ്കന്നെ അപ്പക്കത് രണ്ടാക്കില്ലതാന്ന് ഓൻ എടുത്ത്. അപ്പൊ ഞാനാരായി ഇതെന്തിപ്പാ കുബൂസിന്റെ പകരം ദോശ. ഇപ്പൊ അതങ്ങാട്ട് തിന്നോക്കാം. അല്ലാട മുത്തേ പാങ്ങേയില്ല. നാട്ടിലത്തെ ഷവർമേന്റെ 7 അയലത്തെ. ഞാൻ എന്നിട്ട് റൂമിലേക്ക് പോകുമ്പോണ്ട് റോഡെല്ലാം ഫുള്ള് തോട് പോലെ, കര ഫുള്ള് പാർക്കിംഗ് ആയി. ഇത്ര കുറച്ച് മഴ പെയ്യുമ്പോ ഇങ്ങനെ മുങ്ങണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. നല്ല ഇടിയും മിന്നലെല്ലാം ഉണ്ടായി. നിർത്തിവെച്ച കാറിന്റെ ടയറെല്ലാം മുങ്ങിക്കോണ്ടിരിക്കുന്നുണ്ട്. മാറ്റിയ ഒരു വെള്ളം. എന്തായാലും ഇതാണ് ഇപ്പൊ ഷാർജന്റെ അവസ്ഥ. നിങ്ങിപ്പില്ലടുത്ത് എന്താന്ന് അവസ്ഥ നിങ്ങൾ ഒന്ന് കമന്റിൽ പറഞ്ഞു. ഞാൻ എങ്ങനെങ്കിൽ തോട് കടന്നിട്ട് റൂമിലേക്ക് പോകും. വെള്ളാണെങ്കിൽ ചവിട്ടാൻ പറ്റാത്ത അങ്ങനത്തെ വെള്ളം. അതായത് വെള്ളത്തിന് തണുപ്പും ഉണ്ട്, കച്ചറിയും വെള്ളത്തിന്റെ സൗണ്ടിന് ചെറിയ മാറ്റം ഉണ്ടാവും. എന്താ വെച്ചാൽ ജലദോഷം വരുന്നുണ്ട് തോന്നുന്നു. നല്ല തണുപ്പല്ലേ ബാബ. രാവിലെ എണിച്ചിട്ട് റൂമിന്റെ താഴെ വന്നിട്ട് നോക്കുമ്പോ പാർക്കിങ്ങിലെല്ലാം വെള്ളം അങ്ങനെ ഉണ്ട്. റോട്ടിലത്തെ വെള്ളം എല്ലാം കുറച്ച് കുറഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്റെ പള്ളിക്ക് പോകാൻ നോക്കുമ്പോ ഫുള്ള് വെള്ളം ഉണ്ട് ആ ഭാഗത്ത്. അങ്ങനെ എങ്ങനെയല്ലോ ചണ്ട് പുണ്ടിയായിട്ടല്ലോ പള്ളീന്റെ അടുത്തേക്ക്. അപ്പൊ അടുത്ത വീഡിയോ എടുക്കുമ്പോ റൂമിൽ വെള്ളം കേറിയിട്ടെങ്കിൽ ഇടാൻ നോക്കാം ഇൻഷാ അല്ലാഹ്.